പുതുതായി സ്കൂളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് സമ്പൂർണ്ണ വഴി എങ്ങനെ ഓൺലൈനായി ആപ്ലിക്കേഷൻ സമർപ്പിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായി ഗൂഗിളിൽ sampurna.kite.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ആ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് യൂസർ ഗൈഡ്, ഓൺലൈൻ അഡ്മിഷൻ, ഓൺലൈൻ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ കാണാം. പുതുതായി പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ അഡ്മിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് നമുക്ക് കാണാം. ഇവിടെ ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം, അപ്ലിക്കേഷൻ ഫോം, അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നിങ്ങനെ കാണാം. അതിൽ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിൻഡോ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ വിവരങ്ങളൊക്കെ തന്നെ നൽകേണ്ടത്. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ജനന സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ പേരുള്ളത് അതേ പേര് തന്നെ ആയിരിക്കണം ഇവിടെ നൽകേണ്ടത്. പിന്നീട് നാഷണാലിറ്റി നൽകുക. ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് രേഖപ്പെടുത്തുക. UID ആധാർ നമ്പർ ഉണ്ടെങ്കിൽ നിർബന്ധമായും നൽകിയിരിക്കേണ്ടതാണ്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാർ ചിഹ്നം നൽകിയിട്ടുള്ള എല്ലാ കോളങ്ങളും നിർബന്ധമായും പൂരിപ്പിക്കേണ്ടതാണ്. അതിനുശേഷം അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണ്. റവന്യൂ ഡിസ്ട്രിക്റ്റ് ഓഫ് സ്കൂൾ, ഏത് ജില്ലയിലാണ് സ്കൂളുള്ളത്, സ്കൂൾ നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ പേര് വരുന്നതായിരിക്കും. ആ സ്കൂൾ സെലക്ട് ചെയ്യുക. പിന്നീട് ക്ലാസ് ആണ്, ഏത് ക്ലാസ്സിലേക്കാണോ പ്രവേശനം, 1ാം ക്ലാസ്സിലേക്കാണെങ്കിൽ 1 എന്ന് അവിടെ സെലക്ട് ചെയ്യുക. അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതും ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരിക്കണം ഇവിടെ നൽകേണ്ടത്. പിന്നീട് പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ള കോളം കാണാം. ജനന സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടാവും, അത് അതേപടി ഇവിടെ നൽകുക. റിലീജിയൻ ഏതാണ്, കാറ്റഗറി ഏതാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ കൊടുക്കുക. പിന്നീടുള്ളത് പാരൻ്റ് ഡീറ്റെയിൽസ് ആണ്, രക്ഷിതാക്കളുടെ വിവരങ്ങളാണ്. നെയിം ഓഫ് മദർ, ഗാർഡിയൻ ആരാണ്, അച്ഛനാണെങ്കിൽ അച്ഛൻ എന്ന് ഫാദർ എന്ന് കൊടുക്കുക, അമ്മയാണെങ്കിൽ മദർ എന്ന് കൊടുക്കുക, ഫാദറിൻ്റെ പേര്. പിന്നീട് ഒക്യുപ്പേഷൻ ഓഫ് ഗാർഡിയൻ, ജോലി എന്താണ്, രക്ഷിതാവിൻ്റെ ജോലി എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. മറ്റൊരു കോളം ആനുവൽ ഇൻകം എന്നുള്ളതാണ്. റേഷൻ കാർഡിൽ മാസ വരുമാനം നൽകിയിട്ടുണ്ട്. ആ മാസ വരുമാനത്തെ 12 കൊണ്ട് ഗുണിച്ചാൽ വാർഷിക വരുമാനം ലഭിക്കുന്നതാണ്. ആ വാർഷിക വരുമാനം എത്രയാണോ അത് ഇവിടെ നൽകുക. പിന്നീട് APL BPL എന്നുള്ള കോളത്തിൽ ഏതാണെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിൻഡോ ഓപ്പണായി വരും. അവിടെ അപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ടാവും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ടാവും. ഈ അപ്ലിക്കേഷൻ നമ്പർ നിർബന്ധമായും നോട്ട് ചെയ്ത് വെക്കുക. മൊബൈലിലോ മറ്റ് എവിടെയെങ്കിലോ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പിന്നീട് അത് ആവശ്യമുള്ളതാണ്. അതിനുശേഷം അഡ്രസ്സ് നൽകുക. ഹൗസ് നെയിം, സ്ട്രീറ്റ്, റവന്യൂ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ്, ഫോൺ നമ്പർ നിർബന്ധമായും നൽകിയിരിക്കണം. പിന്നീട് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്, അത് നിർബന്ധമില്ല. പിന്നീട് വരുന്നത് അഡീഷണൽ ഡീറ്റെയിൽസായി ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നിങ്ങൾ നൽകണം. ഇൻസ്ട്രക്ഷൻ മീഡിയം എന്ന് കാണാം. ഏത് മീഡിയത്തിലേക്കാണോ പ്രവേശനം ആഗ്രഹിക്കുന്നത്, മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് അവിടെ കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് പ്രിവ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കും. ആ വിവരങ്ങളെല്ലാം തന്നെ ഒന്നുകൂടി പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എഡിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കണം. അടുത്തതായി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഐ ഹിയർബൈ കൺഫേം ദാറ്റ് ഓൾ ദ പർട്ടിക്കുലേഴ്സ് ഗിവൺ എബോവ് ആർ ട്രൂ. മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ വിവരങ്ങളും ശരിയാണ്. അവിടെ ആ കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സമ്പൂർണ്ണ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ
സമ്പൂർണ്ണയുടെ ഹോം പേജ് വീണ്ടും എടുക്കുക. ഓൺലൈൻ അഡ്മിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നിങ്ങനെ കാണാം. അവിടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ളൊരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. ശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നടപടികൾ പുരോഗമിക്കുകയാണെങ്കിൽ സബ്മിറ്റഡ് ടു സ്കൂൾ വെയിറ്റിംഗ് ഫോർ ആക്ഷൻസ് എന്ന് സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കും. ഇനി താൽക്കാലികമായി പ്രവേശനം നൽകിയെങ്കിൽ പ്രൊവിഷണലി അഡ്മിറ്റഡ് എന്ന് സ്റ്റാറ്റസിൽ കാണിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ റിജക്റ്റഡ് എന്ന് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ഉണ്ടായിരിക്കും. അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതായി വരും. സ്കൂൾ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് മാത്രമേ രക്ഷിതാക്കൾ ബന്ധപ്പെട്ട രേഖകൾ സ്കൂളിൽ സമർപ്പിക്കേണ്ടതുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.